بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الشيخ الإمام الحافظ أبو عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة البخاري أمير المؤمنين في الحديث رحمه الله تعالى ونفعنا بعلومه. حدثنا أبو اليمان الحكم بن نافع قال أخبرنا شعيب عن الزهري قال أخبرني عبيد الله بن عبد الله بن عتبة بن مسعود أن عبد الله بن عباس رضي الله عنهما وعنهم أخبره أن أبا سفيان بن حرب أخبره أن هرقل أرسل إليه في ركب من قريش كانوا تجارا بالشام في المدة التي كان رسول الله صلى الله عليه وسلم ماد فيها أبا سفيان وكفار قريش فأتوه وهم بإيلياء فدعاهم وحوله علماء الروم. വേദശേഷ മഹാസത്യ പാതാരം എന്ന നമ്മുടെ ഈ ദർസിലെ 42-ാമത്തെ ദർസാണിത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബാബു കൈഫ കാന ബദഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ബാബിലെ അവസാനത്തെ ഹദീസ് വിശദീകരിക്കുകയാണ്. ഇമാം ബുഖാരി പറയുന്നു, ഹദ്ദസനാ അബുൽ യമാൻ, അബുൽ യമാൻ എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. അബുൽ യമാൻ എന്നല്ല, യമാൻ. അവരുടെ പേരുള്ളത് ഹക്കം എന്ന. ഹക്കം അവരുടെ പിതാവിൻ്റെ പേര് നാഫിഅ എന്നാണ്. ഹിംസുകാരനാണ്. അൽ ബഹ്റാൻ ഹിംസി അൽ ബഹ്റാനി മൗല ഇംറാത്തിൻ മിൻ ബഹ്റാൻ. ഉമ്മു സലമ എന്ന പേരുള്ള ബഹ്റായിൽപ്പെട്ട ഒരു പെണ്ണ് ഇച്ചക്ക് ചെല്ലിയവരാണ് ഇവരെ തൊട്ട് ധാരാളം ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബുൽ യമാൻ എന്നവരെ തൊട്ട് ധാരാളം ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരിൽപ്പെട്ട പ്രമുഖരാണ് ഇസ്മായിൽ ബിൻ അയ്യാസ് എന്നവർ. അതുപോലെ ഇസ്മായിൽ ബിൻ അയ്യാസ് എന്നവരെ തൊട്ടാണ് ഇവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരെ തൊട്ട് ധാരാളം ആളുകൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, യഹ്യ ബിൻ മഈൻ റളിയല്ലാഹു അൻഹു, അബൂ ഹാത്തിം, ദഹ്ലി. ഇമാം ബുഖാരിയാണല്ലോ അവർ പേര് ഇവിടെ പറയുന്നത്. ബുഖാരി റിപ്പോർട്ട് ചെയ്തുകൊണ്ടത് എന്തായാലും സംശയമില്ലാത്ത വളരെ വാസ്തവമായ സംഭവമാണ്. അത് തന്നെ മതി ഫഖറിനിക്ക്. അതിൻ്റെ അപ്പുറം ഫഖറിൻ്റെ ആവശ്യമില്ലല്ലോ. അവരുടെ ജനനമുള്ളത് ഹിജ്റ 138 അവർ വഫാത്ത് നടക്കുന്നത് ഹിജ്റ 222 അല്ലെങ്കിൽ 221. സിഹാവ് സിത്തൻ്റെ കിതാബിൽ ഹക്കം ബിൻ നാഫി എന്ന പേരിൽ വേറൊരാളില്ല. റാവികളെ കൂട്ടത്തിൽ പിന്നെ ഹക്കം ബിൻ നാഫി എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. അതോട് തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. എന്നല്ല, സിഹാവ് സിത്തയിൽ പറയുന്ന ഹക്കം ബിൻ നാഫി അബുൽ യമാൻ റളിയല്ലാഹു അൻഹു മാത്രമാണ്. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഖാല അഖ്ബറനാ ശുഐബുൻ, നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു ശുഐബ് എന്നവർ.
ശുഐബ് ബിൻ അബി ഹംസ എന്നാണ് അവരുടെ പേര്. ശുഐബ് എന്നവരുടെ പിതാവിൻ്റെ പേര് അബൂ ഹംസ. അവർ ഖുറൈശിയാണ്. അവരെ വിളിക്കുന്ന പേര് അബൂ ബിശ്ർ എന്ന്. അവരും ഹിംസിയാണ്. താബിയങ്ങളിൽ നിന്ന് ധാരാളം ആളുകളെ കണ്ട താബിയാണ് ശുഐബ് ബിൻ അബി ഹംസ. ധാരാളം ഹദീസുകൾ തൊട്ട് ബുഖാരി തന്നെ വരുന്നുണ്ട്. സുഹരി ഇമാമ് ഇവിടെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ സുഹരി അടക്കമുള്ള താബിയങ്ങളിൽപ്പെട്ട വലിയ വലിയ മഹത്തുക്കളെ കേട്ടവരാണ്. അവർക്ക് ശിഷ്യന്മാരായി ധാരാളം ആളുകളുണ്ട്. അവർ ഹാഫിളാണ്, സിഖത്താണ്, ഇത്ഖാനുടയവരാണ്. അവരുടെ വഫാത്ത് നടക്കുന്നത് 163-ലാണ്, അതല്ല 162-ലാണെന്നും അഭിപ്രായമുണ്ട്. വഫാത്താകുമ്പോൾ അവർക്ക് 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ശുഐബ് ബിൻ അബി ഹംസ എന്ന് ഒരു പേരിൽ നേരത്തെ പറഞ്ഞ അബുൽ യമാനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ സിഹാബ് സിത്തയിൽ വേറെ അങ്ങനെയുള്ള ഒരാളില്ല. അങ്ങനെ ശുഐബ് എന്നവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻ സുഹരി ഇബ്നു ശിഹാബ് സുഹരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ്. സുഹരിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. قال أخبرني عبيد الله بن عبد الله بن عتبة بن مسعود ഖുറാഉ സബയുടെ നേതാവായ ഉബൈദുള്ള എന്നവർ അവർ റിവായത്ത് ചെയ്യുന്നു. അവർ പറയുന്നു അന്ന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അഖ്ബറഹു തീർച്ചയായും അവർ ശുഐബ് എന്നവർക്ക് അല്ല ഉബൈദുല്ലാഹിക്ക് ഹദീസ് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? അന്ന അബാ സുഫിയാൻ ബിൻ ഹർബിൻ അബൂ സുഫിയാൻ ബിൻ ഹർബ് എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മോശനാണ്, ഭാര്യയുടെ പിതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂ സുഫിയാനും എളാപ്പ മൂത്താപ്പ മക്കളിൽപ്പെട്ടവരാണ്. നേരല്ല, 1-2 പിതാക്കൾ അപ്പുറം ഇൻഷാ അല്ലാഹ് ചർച്ചകൾ വരുന്നുണ്ട്. അവർ ഉമയ്യത്ത് ബിൻ അബ്ദു ശംസ് ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസൈ അവരുടെ മകനാണ്. അബൂ സുഫിയാൻ ഇബിൻ അബൂ സുഫിയാൻ ബിൻ ഹർബ് ബിൻ ഉമയ്യത്ത് ബിൻ അബ്ദു ശംസ് ബിൻ അബ്ദു മനാഫ്. അബൂ സുഫിയാൻ ബിൻ ഹർബ് എന്നാണ് പറയുന്നത്. അപ്പോൾ അബ്ദു മനാഫ് നബിൻ്റെ വല്ലിപ്പയാണ്. നബിൻ്റെ വല്ലിപ്പയായ അബ്ദു മനാഫിൻ്റെ 2 മക്കളാണ്. ഒന്ന് ഹാഷിമും ഒന്ന് അബ്ദു ശംസും. വേറെയും മക്കളുണ്ട്. ആ ഹാഷിം പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുള്ളത്. ആ അബ്ദു മനാഫിൻ്റെ അബ്ദു ശംസ് എന്ന് പറയുന്ന മകൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യൻ്റെ മകനാണ് ഹർബ്. ഹർബിൻ്റെ മകനാണ് സുഫിയാൻ എന്നവർ. എന്നാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് വല്ലിപ്പയായ അബ്ദു മനാഫിൻ്റെ ശിഷ്യൻ ഹാഷിം. അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിം. ഹാഷിമിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള. അവരുടെ മകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അബ്ദു മനാഫിൻ്റെ അവിടുന്ന് 2 ആളും ഒരേ കണ്ണീരുള്ളവരാണ്, ഒരേ അകലമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ്, എളാപ്പ മുഖത്താപ്പ മക്കളാണ് എന്ന് അപ്പോഴും പറയലുണ്ട്. മക്കയിലുള്ള ബുദ്ധിശാലിയും മക്കയിലുള്ള ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നവരും എല്ലാ കാര്യങ്ങളിലും ദീർഘവീക്ഷണവുമുള്ളവരാണ് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും 10 വയസ്സ് കൂടുതലുള്ളവരാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മക്കം ഫത്ഹിൻ്റെ രാത്രിയിലാണ് മുസ്ലിമാകുന്നത്. മക്കൻ്റെ പുറത്ത് വന്ന് നബിയെയും സഹാബത്തിനെയും കണ്ട് മുസ്ലിമായതാണ് വലിയ ചരിത്രമാണ്. ആ മക്കം ഫത്ഹ് കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ ത്വായിഫ് യുദ്ധത്തിന് പോയപ്പോഴും ഹുനൈൻ യുദ്ധത്തിലെല്ലാം നബി തങ്ങളോട് കൂടെ അവരുണ്ടായിരുന്നു. മാത്രവുമല്ല ഹുനൈനിൽ എല്ലാവരും ഓടിയ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിൻ്റെ മൂക്കാരെ പിടിച്ച് നബി തങ്ങളോട് കൂടെ ഉറച്ചു നിന്നവരാണവർ. അവർക്ക് ഹുനൈനിൽ നിന്ന് പോരുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ഗനീമത്തിൽ നിന്ന് 100 ഒട്ടകവും
40 ഊക്കിയ വെള്ളിയും കൊടുത്തിട്ടുണ്ട്. അവർ ത്വായിഫ് യുദ്ധത്തിൽ അവിടെ ഒരു കണ്ണ് പൊട്ടി. അതുപോലെ യർമൂക്ക് യുദ്ധത്തിൽ മറ്റേ കണ്ണും പൊട്ടിയിട്ടുണ്ട്. മദീനയിലാണ് അവർ വഫാത്തായത്. ഹിജ്റ 31-ാമത്തെ വർഷം, 34-ലാണെന്നും അഭിപ്രായമുണ്ട്. വഫാത്താകുമ്പോൾ അവർക്കുള്ള വയസ്സ് 88 വയസ്സാണുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് അവരുടെ മേൽ ഇമാമായി നിന്ന് നിസ്കരിച്ചത്. അവരുടെ മക്കൾ പ്രധാനിയായ മക്കളാണ്. മുആവിയ റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഇസ്ലാമിക ലോകം ഭരിച്ചവർ. 40 കൊല്ലം ഖലീഫയായി 20 വർഷം ഖലീഫയായും 20 വർഷം ഷാമിലെ ഗവർണറായും ഭരണം നടത്തിയവരാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട, വളരെ എല്ലാവരും ജനകീയ അമീറായിരുന്നു ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലെ തന്നെ. അന്ന അബാ സുഫിയാൻ ബിൻ ഹർബിൻ, അബൂ സുഫിയാൻ ബിൻ ഹർബ് എന്ന മഹാൻ, അഖ്ബറഹു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനിക്ക് പറഞ്ഞു കൊടുത്തു, വാർത്ത നൽകി. അന്ന ഹിറഖ്ല, ഷാമിലെ ഭരണാധികാരിക്കാണ് ഹിറഖിൽ എന്ന് പറയല്. ഹിറക്കൽ, ചില പദ്യങ്ങളെല്ലാം ഹിർക്കൽ എന്ന് വന്നിട്ടുണ്ട്. അത് ബൈത്തിന് വേണ്ടിയാണ് പറയുന്നതാണ്. യഥാർത്ഥത്തിലുള്ള ലബ്ത്ത് ഹിറക്കുലാന. ഹിറക്കുൽ എന്നാള് എന്ന ഭരണാധികാരി. ഹിറക്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ട്. യർമൂക്കിൽ വെച്ച് മുസ്ലിമീങ്ങളോട് ശക്തമായ യുദ്ധം ചെയ്ത ആളാണ്. അതിൻ്റെ ശേഷം ഷാം യുദ്ധങ്ങളിലും അയാൾ തന്നെയായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും അബൂബക്കർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുമെല്ലാം ഷാമിൽ വലിയ യുദ്ധം അദ്ദേഹവുമായി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിമായിട്ടില്ല. ആ ഹിറഖിൽ എന്ന ആള് രാജാവ് അർസല, ആളെ അയച്ചു, ഇലൈഹി അബൂ സുഫിയാനിലേക്ക്, ഫീ റക്ബിൻ മിൻ ഖുറൈശ്, അബൂ സുഫിയാൻ തന്നെ ഖുറൈശികളിൽ നിന്നുള്ള ഒരു യാത്രാ സംഘത്തിലായും കൊണ്ട്, വാഹന സംഘത്തിലായും കൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ ഫീ റക്ബിൻ ഹാലാക്ക, അപ്പോൾ അബൂ സുഫിയാൻ ഖുറൈശികളിൽ നിന്നുള്ള ഒരു യാത്രാ സംഘത്തിലായ സ്ഥിതിയിൽ അബൂ സുഫിയാനിലേക്ക് ഹിർക്കലാളയച്ചു. കാനൂ, ആ റക്ബായിരുന്നു തുജാറം ബിശാം. തുജാർ എന്നും വായിക്കുക, തിജാറ് എന്നും വായിക്കുക. തിജാറത്തിന് താജിറിൻ്റെ എമ്മാണ്. അവർ ഷാമിൽ യുദ്ധം ചെയ്യുന്നവരായിരുന്നു. എന്നാണ് ആ സംഭവം? ഫിൽ മുദ്ദത്തില്ലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദ്ദ ഫിഹാ അബാ സുഫിയാന വകുഫാറ ഖുറൈശ്. എന്നാണ് ഈ ആളയച്ചത്? എന്നാണ് കൃഷി കച്ചവടക്കാരായിരുന്നത്? ഫിൽ മുദ്ദത്തി, ഒരു ഡേറ്റിൽ. അല്ലത്തി, എങ്ങനെയുള്ള ഡേറ്റാണ്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു മാദ്ദ ഫീഹാ, ആ ദിവസത്തിൽ കരാർ ചെയ്തവരായിരുന്നു അബാ സുഫിയാന, അബൂ സുഫിയാനോട്, വകുഫാറ ഖുറൈശിൻ, ഖുറൈശി കുഫാറുകളോട് കൂടെ. വാവുമാൻ്റെ മനാക്കൾ മഫൂൽമാൻ്റെ ആണ്. അപ്പം ഖുറൈശി കുഫാറുകളോട് കൂടെ അബൂ സുഫിയാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിയിലേർപ്പെട്ട ആ കാലത്ത് ഇവർ ഷാമിൽ യുദ്ധം ചെയ്യുകയായിരുന്നു, കച്ചവടത്തിന് പോയവരായിരുന്നു. ആ സമയത്താണ് ഹിർക്കല് അബൂ സുഫിയാനും കൂടെയുള്ള യാത്രാ സംഘത്തോട് കൂടെയുള്ള അബൂ സുഫിയാനിലേക്ക് അയക്കുന്നത്, കച്ചവട സംഘത്തോട് കൂടെയുള്ള അബൂ സുഫിയാനിലേക്ക് അയക്കുന്നത്. അങ്ങനെ അബൂ സുഫിയാനും കൂടെയുള്ളവരും ഹിർക്കലിൻ്റെ അടുക്കലേക്ക് ചെന്നു. വഹും, ഏത് സ്ഥിതിയിൽ? അവരാകുന്നത് ഈലിയായിലാണ്. ആ നിലക്ക് ഈലിയായിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഈലിയാഗ് എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടെ ഉള്ള ആ സ്ഥലത്തിനാണ്. ബഹുമാനപ്പെട്ട
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈലിയായിൽ പോയി കരാറ് ചെയ്ത ആ കരാറ് ഇന്നും ആ ക്രിസ്തീയ പള്ളിയും നമ്മുടെ മുസ്ലിം പള്ളിയും ഒപ്പം നിൽക്കുന്ന ആ പള്ളീൻ്റെ അടുത്ത് കരാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ചുമരിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിനേക്കാണ് ഈലിയാവ് എന്ന് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ തൊട്ടടുത്തുള്ള ആ ഗേറ്റ്, ആ ചുറ്റുമതിൽ കടന്നു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിനോട് അടുത്ത ഭാഗമാണ്, നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അവിടെ ഒരു ക്രിസ്തീയ ആ ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ വെച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ, ഞാനിവിടെ നിസ്കരിക്കുകയാണെങ്കിൽ പിന്നീട് എൻ്റെ അനുയായികൾ, ഞങ്ങളുടെ നേതാവ് നിസ്കരിച്ച സ്ഥലമാണ്, ഞങ്ങൾക്ക് അമ്പലം ചർച്ച് വിട്ടുതരണം എന്ന അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും, ആ ഇരിക്കുന്നോടത്തുനിന്ന് ആ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു കല്ലെറിഞ്ഞു. ആ കല്ല് വീണോർത്ത് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ചു. ആ സ്ഥലം അവിടെയും ഇന്ന് വലിയൊരു പള്ളി, 2 പള്ളി ഒപ്പം നിൽക്കുക, മുസ്ലിം പള്ളിയും ക്രിസ്തീയ പള്ളിയും. ആ സ്ഥലത്തിനേക്കാണ് ഈലിയാവ് എന്ന് പറയുന്നത്. ഫദആഹും, അങ്ങനെ ഈലിയായിൽ വെച്ചിട്ടാണ് അവർ ഈർക്കലിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെട്ടത്. ഇവർ ചെന്ന് ഇവരെ കണ്ടുമുട്ടിയത് ഇർക്കൽ ആണയക്കുമ്പോൾ ഇവരുണ്ടായിരുന്നത് ഗസയിലാണ്. ഗാസ ഇപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലം ഗാസ, അതിനൊക്കെയാണ് അറബിയിൽ ഗസ എന്നവർ. അവിടെ വെച്ചിട്ടായിരുന്നു അബൂ സുഫിയാനും സംഘത്തെയും ഇർക്കലിൻ്റെ പ്രതിനിധി കണ്ടെത്തിച്ചത്. അങ്ങനെ ഈലിയായിൽ വെച്ചാണ് സംഭാഷണം നടക്കുന്നത്. ഫദആഹും, അങ്ങനെ ഹിർക്കല് അബൂ സുഫിയാനെയും ഖുറൈശികളെയും വിളിച്ചു. വഹൗലഹു, ഹിർക്കലിൻ്റെ ചുറ്റുഭാഗവുമുണ്ട് റോമുകാരിൽ നിന്നുള്ള വലിയ വലിയ നേതാക്കളുണ്ട്. സുമ്മദആഹും, പിന്നെ ഇവരെ വിളിച്ചു, അബൂ സുഫിയാനെയും ഖുറൈശികളെയും വിളിച്ചു. ഫദആ ബിത്തർജുമാൻ, അവർക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കും. തെർജുമാൻ പറയാ, തുർജുമാൻ പറയാ, പല നിൽക്കും വായിക്കാം. അവരുടെ ഇടയിൽ പരിഭാഷപ്പെടുത്തുന്ന, ഷാമിലെ ഭാഷ അറിയുന്ന ആൾക്ക് അറബിയും അറിയണം, ഖുറൈശികൾക്ക് അറബിയാണ് അറിയാം. അപ്പോൾ ഇത് 2 ഭാഷയും അങ്ങോട്ടും ഇങ്ങോട്ടും തർജുമ ചെയ്ത് കൊടുക്കുന്ന, പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന ആളെ വിളിച്ചു. അയാൾ മുഖേനയാണ് സംഭാഷണം നടക്കുന്നത്. ഫഖാല, അങ്ങനെ വിളിച്ചിട്ട്, അതായത് ഹിർക്കല് ചോദിച്ചു, അയ്യുക്കും അഖ്റബു നസബൻ ബിഹാദർ റജുലില്ലദീ യസ്അമു അന്നഹു നബിയ്യുൻ, നിങ്ങളിൽ നിന്ന് ആരാണ് കുടുംബബന്ധത്താൽ ഏറ്റവും അടുത്തത്, ബിഹാദർ റജുലി, ഈ മനുഷ്യനെ കൊണ്ട്, അല്ലദീ, എങ്ങനെയുള്ള മനുഷ്യനാണ്, യസ്അമു, അദ്ദേഹം വാദിക്കുന്നു, അന്നഹു നബിയ്യുൻ, അദ്ദേഹം നബിയാണെന്ന് വാദിക്കുന്ന ഒരാളുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ, ആ മനുഷ്യനുമായി ഏറ്റവും കുടുംബ ബന്ധമുള്ള ആട് കുടുംബത്താൽ അടുപ്പമുള്ള ആൾ ആരാണ്? ഖാല അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അന അഖ്റബുഹും നസബാ, ഞാൻ ഈ ആളുകളിൽ വെച്ച് അദ്ദേഹവുമായി ഏറ്റവും കുടുംബബന്ധമുള്ളവരാണ്. ഫഖാല, അപ്പൊ ഹിറക്കിൽ പറഞ്ഞു, ഉദ്നൂഹു മിന്നീ, അവനെ നിങ്ങൾ എന്നെ തൊട്ട് അടുപ്പിക്കുക. വഖർരിബൂ അസ്ഹാബഹു, അവൻ്റെ കൂടെയുള്ള ആളുകൾ, അവർ 30ഓളം ആളുകളായിരുന്നു എന്ന് റിവായത്തിൽ വന്നിട്ടുണ്ട്. അവരെ നിങ്ങൾ അടുപ്പിക്കുകയും ചെയ്യുക. ഫജ്അലൂഹും, കൂടെയുള്ളവരെ നിങ്ങൾ ആക്കണം, ഇൻദ ലഹ്രിഹി, അദ്ദേഹത്തിൻ്റെ പിറകിലാക്കണം. സുമ്മകാല, പിന്നെ ഹിറക്കിൽ പറഞ്ഞു, ലിതർജുമാനിഹി, അദ്ദേഹത്തിൻ്റെ തർജുമക്കാരനോട് പറഞ്ഞു, പരിഭാഷകനോട് പറഞ്ഞു, കുല്ലഹും, നീ അവരോട് പറ, ഇന്നി സായിലുൻ ഹാദാ,
ഞാൻ നിങ്ങളുടെ ഈ ആളോട് നബി തങ്ങളെ ഈ റജുലിനെ തൊട്ട് ഏറ്റവും അടുത്ത് എന്ന് പറയുന്ന അബൂ സുഫിയാനോട് ഞാൻ ചോദിക്കും, അൻ ഹാദർ റജുലി, ഈ പറയുന്ന റജുലിനെ പറ്റി, റസൂലുള്ളാഹിനെ പറ്റി ഞാൻ ചോദിക്കും. ഫൈൻ കദബനി, അദ്ദേഹം എന്നോട് കളവ് പറയുകയാണെങ്കിൽ ഫകദ്ദിബൂഹു, നിങ്ങൾ അവനെ കളവാക്കണം. അതിനെ ബാക്കിലാക്കിയത്, നേരെ മുന്നിലോ നേരെ കൂടെ അബൂ സുഫിയാനെ കാണുമ്പോഴോ ആയിക്കാണ് നിങ്ങൾക്ക് പറയാൻ കളവാക്കാൻ മടി ഉണ്ടാകും. എന്തെങ്കിലും എൻ്റെ ചോദ്യത്തിനിക്ക് കളവ് പറയുകയാണെങ്കിൽ നിങ്ങൾ അവനെ കളവാക്കണം, നുണയാണ് പറഞ്ഞതെന്ന് പറയണം. ഫവല്ലാഹി ലൗലൽ ഹയാഉ മിൻ അൻ യഗ്സിറു അലയ്യ കദിബൻ ലകദബ്തു അൻഹു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് തങ്ങൾ കഠിന ശത്രുവാണല്ലോ. ഫവല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, ലൗലൽ ഹയാഉ, ലജ്ജയില്ലെങ്കിൽ, മിൻ അൻ യഗ്സിറു അലയ്യ, അവർ എൻ്റെ മേലിൽ ഉദ്ധരിക്കലിനെ തൊട്ടുള്ള ലജ്ജയില്ലായിരുന്നുവെങ്കിൽ, എന്തിനു ഉദ്ധരിക്കുക, കദിബൻ, നുണയെ, ലകദബ്തു അൻഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഞാൻ കളവ് പറയുമായിരുന്നു. സുമ്മ കാന, പിന്നെ ആയി, അവ്വല മാ സഅലനി അൻഹു, ഹിറക്കിൽ എന്നോട് നബി തങ്ങളെ തൊട്ട് ചോദിച്ചതിൽ വെച്ച് ആദ്യത്തേതായി അൻകാല, അയാൾ പറയലായി. അവ്വല മഫൂൽ കാൻ്റെ ഖബർ മുഖദ്ദം. അൻകാല, അയാൾ പറയലായി. കൈഫ നസബുഹു ഫീക്കും, ഒന്നാമത്തെ ചോദ്യമാണത്. കൈഫ നസബുഹു ഫീക്കും, ആ റജുലിൻ്റെ, നിങ്ങളിൽ ആ റജുലിൻ്റെ തറവാട് എങ്ങനെയുണ്ട്? നേരെ നസബ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഭാഗത്തേക്കുള്ള തറവാടാണ് ആ പ്രയോഗം പ്രയോഗിക്കൽ. അപ്പം നിങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തറവാട് എങ്ങനെയുണ്ട്? ഖുൽതു, അബൂ സുഫിയാൻ പറയുകയാണ്, ഹുവ ഫീനാ ദൂ നസബിൻ, ഹുവ, ആ റജുലാകുന്നത്, ഫീന, ഞങ്ങളിൽ, ദൂ നസബിൻ, വലിയ തറവാടിത്തമുള്ളവനാണ്, വലിയ തറവാട്ടുകാരനാണ്. തനക്കൽത ഫീ അസ്ലാബി അർബാബി സൂദദി കദശംസു ഫീ അബ്റാജിഹാ തനക്കലു. അമ്പിയാക്കളാവുമ്പോൾ അങ്ങനെയാണ്, തറവാട് നന്നാവണം. ഔലിയ ആവണമെങ്കിൽ, വലിയ ഷെയ്ഖാവണമെങ്കിലൊന്നും അങ്ങനെ ആയിക്കോളുന്നില്ല. പക്ഷേ നബിയാവണമെങ്കിൽ ദൂനസഭയായിരിക്കണം. അതാ ഹുവ ഫീനാ ദൂനസബിൻ, വിശദീകരണം ഹിർക്കലിനെ വിശദീകരിക്കുന്നുണ്ട്. കാല, ഹിറക്കിൽ ചോദിച്ചു, ഫഹൽ കാല ഹാദൽ ഖൗല മിൻകും അഹദുൻ ഖത്തു ഖബ്ലഹു, രണ്ടാമത്തെ ചോദ്യമാണ്. ഈ ഒരു വാക്ക്, ഈ ഒരു വാദം നിങ്ങളിൽപ്പെട്ട് ആരെങ്കിലും ഇദ്ദേഹം വാദിക്കുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നബിയാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ്, വഹ്ദത്ത് തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത്, ഇങ്ങനെയുള്ള ഈ ആൾ പറയുന്നത് പോലെയുള്ള വാക്ക് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഇതുപോലുള്ള വാക്ക് പറഞ്ഞവരുണ്ടോ? ഹൽ ഖാല ഹാദൽ ഖൗല മിൻകും അഹദുൻ ഖത്തു ഖബ്ല. ഖുൽതു, അബൂ സുഫിയാൻ എന്നവർ പറയാണ്, ഞാൻ പറഞ്ഞു, ലാ, ഒരാളും പറഞ്ഞിട്ടില്ല. കാല, ഹിറക്കിൽ പറഞ്ഞു, ഫഹൽ കാന മിൻ ആബായിഹി മിൻ മലിക്കിൻ, എന്നാൽ ഈ പറഞ്ഞ റജുലിൻ്റെ, മനുഷ്യൻ്റെ പിതാമഹന്മാരെ കൂട്ടത്തിൽ ആരെങ്കിലും വല്ല രാജാക്കന്മാരുണ്ടായിരുന്നോ? ഖുൽതു, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ രാജാക്കന്മാരില്ല. കാല, ഹിറക്കിൽ ചോദിച്ചു, ഫഅശ്റാഫുന്നാസി യത്തബിഊനഹു അം ദുഅഫാഉഹും, ജനങ്ങളിൽ വച്ച് ഏറ്റവും ശറഫാക്കപ്പെട്ടവർ, ജനങ്ങളുടെ ഇടയിൽ പേരും പെരുമയും അഹങ്കാരവുമുള്ളവരാണോ അവരോട് പിൻപറ്റുന്നത്? അതല്ല അവരിൽ നിന്ന് താഴ്മ നടിച്ച് നടക്കുന്നവരാണോ പിൻപറ്റുന്നത്? മാമിങ്ങൾ പ്രത്യേകമായിട്ട് അഷ്റാഫിൻ്റെ അർത്ഥം നാട്ടിലെ കാരണന്മാരാണോ എന്നുള്ള അർത്ഥത്തിൽ എനിക്കല്ല. നാട്ടിൽ വലിയ പേരും പ്രസക്തിയുമായി അഹങ്കരിച്ച് നടക്കുന്ന നേതാക്കന്മാർ,
അവരാണോ പിൻപറ്റുന്നത്? അതല്ല, അവരിൽ വെച്ച് സാധാരണ വലിയ മഹത്വമൊന്നും കാണിക്കാതെ നടക്കുന്നവരാണോ? ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, ബൽ ദുഅഫാഉഹും, അതെ, അങ്ങനെ വലിയ കേളിയും പ്രസക്തിയും നടക്കുന്ന ആളുകളല്ല, അവരിൽ നിന്ന് സാധുക്കളായി നടക്കുന്ന അഹങ്കാരമില്ലാത്ത പൊങ്ങച്ചമില്ലാത്തവരാണ് അവരോട് പിൻപറ്റുന്നത്. എന്താ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, തുൽഹത്ത് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇതുപോലെയുള്ള വലിയ വലിയ അഷ്റാഫ്, അവർ ആദ്യ അഷ്റാഫാണ്. അവരും കൂടി ഈ വിശ്വസിച്ച കൂട്ടത്തിൽ പെടണം. അത് അബൂ സുഫിയാൻ അറിയാലോ, ഇവർക്കുള്ള നേതാക്കന്മാർ തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? നാട്ടിൽ വലിയ അഹങ്കാരികളായി നടക്കുന്ന, പേരിനും പ്രസക്തിയും നടക്കുന്ന ആളുകളാണോ പിൻപറ്റുന്നത്? അതല്ല, വലിയ കേളിക്കും പെരുമക്കും വേണ്ടി നടക്കാതെ ഒരു ഒതുങ്ങി ജീവിക്കുന്നവരാണോ? മറുപടി, ബൽ ദുഅഫാഉഹും, വലിയ അഹങ്കാരികളൊന്നുമല്ല, സാധുക്കളായി നടക്കുന്ന ആളുകളാണ് പറ്റുന്നത്. ഖാല, അബൂ സുഫിയാൻ ഇറക്കിൻ്റെ ചോദ്യം, അയസീദൂന അം യൻഖുസൂൻ, അവർ കൂടുകയാണോ അതല്ല കുറയുകയാണോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ബൽ യസീദൂൻ, എങ്കിലും അവർ കൂടി വരികയാണ്. ഓരോരോ ദിവസവും ആളുകൾ എണ്ണം കൂടി തന്നെയാണ് വരുന്നത്. ഖാല, ഹിറക്കിൻ്റെ അടുത്ത ചോദ്യം, ഫഹൽ യർതദ്ദു അഹദും മിൻകും സുഖ്തതൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി, അവരിൽപ്പെട്ട ആരെങ്കിലും അവരുടെ ആ ദീനിനെ വെറുത്തതിൻ്റെ പേരിൽ, ദീനിനോട് ദേഷ്യം പിടിച്ച് ആ ദീനിൽ പ്രവേശിച്ചതിൻ്റെ ശേഷം മുർത്തദ്ദായി വന്നിട്ടുണ്ടോ, തിരിച്ചു വന്നിട്ടുണ്ടോ? ആരെങ്കിലും എക്സ് മുസ്ലിം ആയിട്ടുണ്ടോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ലാ, ഇല്ല. ഖാല, ഹിറക്കിൽ ചോദിച്ചു, ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാൽ, ഫഹൽ കുന്തും, നിങ്ങളായിരുന്നോ, തത്തഹിമൂനഹു, ആ റജുലിനെ ധരിക്കുന്നവരാതിരുന്നോ, ബിൽ കദിബി, നുണ പറയൽ കൊണ്ട്, കളവ് പറയൽ കൊണ്ട്, ഖബ്ല അൻ യഖൂല മാ ഖാൽ, അവർ പറഞ്ഞ വാചകം പറയുന്നതിൻ്റെ മുമ്പ് അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നോ? ജീവിതത്തിൽ അദ്ദേഹം ഈ 40 വയസ്സാകുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ ഇടയിൽ ജീവിച്ചവരാണ്, എന്തെങ്കിലും കളവ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഖുൽതു, അബൂ സുഫിയാൻ പറയാണ്, ലാ, ഒരു കളവും ജീവിതത്തിൽ പറയാത്ത ആളാണ്. ഖാല, അടുത്ത ചോദ്യം, ഹിർക്കൽ ചോദിക്കുന്നു, ഫഹൽ യഗ്ദിറു, അവർ എന്തെങ്കിലും ചതി നടത്തിയിട്ടുണ്ടോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ലാ, ഇതുവരെ ഒരു വിഷയത്തിലും വിശ്വസിച്ചേൽപ്പിച്ച ഒരു വിഷയത്തിലും ചതി നടത്തിയിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, വനഹ്നു, തീർച്ചയായും ഞങ്ങൾ, മിൻഹു, അവനുമായി, ഫീ മുദ്ദത്തിൻ, ഒരു കരാറിലാണ്. മുദ്ദ എന്ന് പറയാൻ കാരണം എന്താ? 10 വർഷത്തേക്കാണ് കരാർ ചെയ്തിട്ടുള്ളത്, ഉടമ്പടി ചെയ്തിട്ടുള്ളത്, ഹുദൈബിയ സന്ധി ഉള്ളത്. ഞങ്ങളൊരു കരാറിലാണുള്ളത്. ലാ നദിരി, ഞങ്ങൾക്കറിയില്ല, മാ ഹുവ ഫാഇലുൻ ഫീഹാ, ആ മുദ്ദയിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതുവരെ കരാറൊന്നും ലംഘിച്ചിട്ടില്ല, ചതിയൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ ഇപ്പം ഞങ്ങളും അവനും തമ്മിൽ കരാറിലാണ്. ആ കരാറ് അവനിക്ക് കൊണ്ട് നടക്കാൻ വളരെ പ്രയാസമുള്ള കരാറാണ്, അവൻ്റെ പേരിൽ വളരെ ഇടങ്ങറുടിച്ച കരാറാണ്. അതുകൊണ്ട് അതിൽ പിന്മാറോ ഇല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല. അള്ളാഹുവിന് തൗഫീഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരാറിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഈ പറയുന്ന അബൂ സുഫിയാനും ബാഷ്യം കരാർ ലംഘിച്ചു. അതാണ് മക്കം ഫത്ഹിൽ കലാശിച്ചത്. കാല, അബൂ സുഫിയാൻ പറയാണ്, ഞങ്ങൾ
ഒരു കരാറിലാണ്. ആ കരാറിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അബൂ സുഫിയാൻ പറയുന്നു, വലം യുംകിന്നി കലിമതൻ ഉദ്ഖിലു ഫീഹാ ശൈഅൻ ഗൈറ ഹാദിഹിൽ കലിമ. ഈ കലിമത്തല്ലാത്ത ഒരു വാചകം പോലും തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റുന്ന വാക്ക് എനിക്ക് കടത്തിക്കൂട്ടാൻ സാധ്യമായില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പറഞ്ഞു ഒപ്പിച്ചതാണ്. ഹിറക്കിൽ ചോദിച്ചു, ഫഹൽ ഖാതൽതുമൂഹു, നിങ്ങളും അവനും തമ്മിൽ പരസ്പരം യുദ്ധം നടന്നിട്ടുണ്ടോ? ഖുൽതു, ഞാൻ പറഞ്ഞു, നഅം, അതെ, യുദ്ധം നടന്നിട്ടുണ്ട്. ഖാല, ഹിറക്കിൽ ചോദിച്ചു, ഫകൈഫ കാന ഖിതാലുകും ഇയ്യാഹു, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുമ്പോൾ, അവർ നിങ്ങളോടും യുദ്ധം ചെയ്യുമ്പോൾ, കാത്തൽ ഖിതാലാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു അതിൻ്റെ വിജയപരാജയം എങ്ങനെയാണ്? ഖുൽതു, ഞാൻ പറഞ്ഞു, അൽ ഹർബു ബൈനനാ വബൈനഹു സിജാൽ യനാലു മിന്നാ വനനാലു മിൻഹു, യുദ്ധം ഞങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും ഇടയിൽ ഒരു ബക്കറ്റ് പോലെയാണ്. കിണറിൽ ഘടിപ്പിച്ച കിണറിൻ്റെ അടുത്തുള്ള ബക്കറ്റ് പോലെയാണ്. വരുന്നോല് കോരിയെടുക്കുമല്ലോ, ചിലപ്പോൾ അവർ കോരിയെടുക്കും, ചിലപ്പോൾ ഞങ്ങൾ കോരിയെടുക്കും. അങ്ങനെയുള്ളൊരു ബക്കറ്റ് പോലെയാണ്. യനാലു മിന്നാ, ഞങ്ങളിൽ നിന്ന് അവർക്ക് പരാജയം സംഭവിക്കും. വനനാലുമിൻഹു, അവരിൽ നിന്ന് ഞങ്ങൾക്കും പരാജയം വരും. അങ്ങനെ യുദ്ധം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിജയപരാജയങ്ങൾ രണ്ടു കൂട്ടർക്കും ഉണ്ടാവലുണ്ട്. ഹിറക്കിൽ ചോദിച്ചു, മാതാ യഅ്മുറുക്കും, എന്താണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്? ഖുൽതു, ഞാൻ പറഞ്ഞു, യഖൂലു, അദ്ദേഹം പറയുന്നു, അഅ്ബുദുല്ലാഹ വഹ്ദഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുവിനെ ഏകനാശ്രയിൽ അവനക്ക് ഇബാദത്തെടുക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് ഒരു സംഗതിയെയും ശിർക്ക് വെക്കരുത്, പങ്കാളിയാക്കരുത്. വത്റുകൂ മാ യഖൂലു ആബാഉക്കും, നിങ്ങളുടെ വാപ്പമാർ പറഞ്ഞുകൊണ്ടിരുന്ന പല ദൈവങ്ങൾ, അതിനെ നിങ്ങൾ ഒഴിവാക്കണം. വയമുറുന, അവർ ഞങ്ങളോട് കൽപ്പിക്കുകയുമായിരുന്നു, ബിസ്വലാത്തി, നിസ്കാരം കൊണ്ട് കൽപ്പിക്കും, വസ്സിദ്ഖി, സത്യം കൊണ്ടും കൽപ്പിക്കും, വൽ അഫാഫി, കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ കൊണ്ടും കൽപ്പിക്കും, വസ്സിലത്തി, കുടുംബബന്ധം ചാർത്തൽ കൊണ്ടും കൽപ്പിക്കും. ഫഖാല, അപ്പം ഹിറക്കിൽ പറഞ്ഞു, ലിത്തർജുമാനി, പരിഭാഷകനോട് പറഞ്ഞു, കുല്ലഹു, നീ ഈ നേതാവിനോട് അബൂ സുഫിയാനോട് പറയൂ, സഅൽതുക അൻ നസബിഹി, ആ റജുലിൻ്റെ, നബിയാണെന്ന് വാദിക്കുന്ന റജുലിൻ്റെ തറവാടിനെ പറ്റി ഞാൻ നിന്നോട് ചോദിച്ചു. ഫദക്കർത, അപ്പോൾ നീ പറഞ്ഞു, അന്നഹു ഫീകും ദൂ നസബ്, ആ റജുൽ നിങ്ങളിൽ വലിയ തറവാട്ടുകാരനാണെന്ന് നീ പറഞ്ഞു. ഫകദാലിക റുസുലു, എന്നാൽ മുർസലീങ്ങൾ അങ്ങനെ തന്നെയാണ്. തുബ്അസു, ആ മുർസലീങ്ങൾ അയക്കപ്പെടും. ഫീ നസബി ഖൗമിഹാ, ആ മുർസലീങ്ങളുള്ള കൗമിലെ ഏറ്റവും വലിയ തറവാടിലായിട്ടാണ് അയക്കപ്പെടല്. അതങ്ങനെ തന്നെയാണ് മുർസലീങ്ങളുടെ സ്വഭാവമുള്ളത്. വസഅൽതുക, ഞാൻ നിന്നോട് ചോദിച്ചു, ഹൽ ഖാല അഹദും മിൻകും ഹാദൽ ഖൗൽ, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഫദക്കർത, അപ്പോൾ നീ പറഞ്ഞു, അല്ല, ഇല്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലൗ കാന അഹദുൻ ഖാല ഹാദൽ ഖൗല ഖബ്ലഹു ലഖുൽതു, അങ്ങനെ ലൗ കാന അഹദും, ആരെങ്കിലും ആയാൽ, കാല പറഞ്ഞവനായാൽ, ഹാദൽ ഖൗല, ഈ വാക്കിനെ പറഞ്ഞവനായാൽ, ഖബ്ലഹു, ഇവരുടെ മുമ്പ്, ഈ മനുഷ്യൻ്റെ മുമ്പ്, ലഖുൽതു, ഞാൻ പറയുമായിരുന്നു, റജുലുൻ യതസി ബിഖൗലിൻ ഖീല ഖബ്ലഹു, ഇതൊരു റജുലാണ്. ആദാ റജുലുൻ, ഇവന് റജുലാണ്, ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പ് പറയപ്പെട്ട കൗലിനെ തുടർന്ന് പറയുകയാണ്. മുമ്പുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് ഞാനും നബിയാണ് എന്ന് പറയാമായിരുന്നു, മുമ്പ് ആരെങ്കിലും വാദിച്ചിട്ടുണ്ടെങ്കിൽ.
അതിനോട് പറയാൻ ഒപ്പില്ല. വസഅൽതുക ഞാൻ നിന്നോട് ചോദിച്ചു ഹൽ കാന മിൻ അബായിഹി മിൻ മലിക്കിൻ ഈ പറയുന്ന മനുഷ്യന്റെ പാപ്പമാരെ കൂട്ടത്തിൽ ആരെങ്കിലും രാജാക്കളുണ്ടോ? ഫദക്കർത അപ്പോൾ നീ പറഞ്ഞു അല്ല ഇല്ല. കുൽത്തു ഞാൻ പറയുന്നു ഫലോ കാന മിൻ അബായിഹി മിൻ മലിക്കിൻ അദ്ദേഹത്തിൻ്റെ പാപ്പാര കൂട്ടത്തിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടെങ്കിൽ കുൽത്തു ഞാൻ പറയും റജുലുൻ യത്ലുബു മുൽക അബീഹി ഇദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ പിതാമഹന്മാരുടെ രാജാധികാരം തേടുന്നവരാണ്, അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്ന് ഞാൻ പറയുമായിരുന്നു. വസഅൽതുക ഞാൻ നിന്നോട് ചോദിച്ചു ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബല അൻ യഖൂല മാ ഖാൽ അദ്ദേഹം ഈ വാക്ക് പറയുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും കളവിനെ പറ്റി അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തുഹമത്തുണ്ടോ? തെറ്റിദ്ധരി കളവ് പറഞ്ഞു എന്നുള്ള വല്ല ധാരണകളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഒരു ധാരണ ഇത്തിഹാം അങ്ങനെ കളവ് പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ? ഫദക്കർത്ത അല്ല അപ്പോൾ നീ പറഞ്ഞത് അങ്ങനെയുള്ള തെറ്റിന് കളവിനെ സംബന്ധിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ പോലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല, തുഹമത്ത് പോലും ഉണ്ടായിട്ടില്ല. ഫഖദ് അരിഫു തീർച്ചയായും ഞാൻ അറിയുന്നു അന്നഹു തീർച്ചയായും ആ റജുല് ലം യകുൻ അദ്ദേഹമല്ല ലയദറൽ കദിബ അലന്നാസി ജനങ്ങളുടെ മേലിൽ കളവ് പറയലിനെ ഒഴിവാക്കും, വയക്ദിബ അലല്ലാഹ് അല്ലാഹുവിൻ്റെ മേലിൽ കളവ് പറയുകയും ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ജനങ്ങളുടെ മേലിൽ കളവ് പറയാത്ത ഒരാൾ അല്ലാഹുവിൻ്റെ മേലിൽ കളവ് പറയും എന്നെനിക്ക് അഭിപ്രായമില്ല, അതങ്ങനെ ഒരിക്കലും ഉണ്ടാവൂല. വസഅൽതുക ഞാൻ നിന്നോട് ചോദിച്ചു അശ്റാഫുന്നാസി തബഊഹു അം ദുഅഫാഉഹും അശ്റാഫു എന്നാണ് കളഞ്ഞതാണ്. ജനങ്ങളിൽ വെച്ച് വലിയ പേരും പെരുമയും അഹങ്കാരവും ഭരണസ്വാധീനവുമുള്ള ആളുകളാണോ അവരോട് പിൻപറ്റുന്നത്, അതല്ല അവരിൽ നിന്നുള്ള സാധുക്കളായി നടക്കുന്ന ആളുകളാണോ? ഫദക്കർത അപ്പോൾ നീ പറഞ്ഞു അന്ന ദുഅഫാഅഹു മുത്തബഊഹു ജനങ്ങളിൽ നിന്നുള്ള ദുഅഫ ആണ് അവരോട് കൂടുതലായി പിൻപറ്റുന്നത് എന്ന് നീ പറഞ്ഞു. എന്നാൽ നിനക്ക് കേൾക്കണോ ഓഹും അത്ബാഉർ റുസുലി അമ്പിയാക്കളുടെ താബീങ്ങളായി അനുയായികളായി അവർ തന്നെയാണ്. അഹങ്കാരികൾ അമ്പിയാക്കളുടെ താബിയായി ഉണ്ടാവലില്ല. ദുഅഫ ആയ പാവങ്ങളായി നടക്കുന്ന ആളുകളാണ് ഉണ്ടാകുക. വസഅൽതുക ഞാൻ നിന്നോട് ചോദിച്ചു അയസീദൂന അം യൻഖുസൂൻ അവർ ഏറുകയാണോ അവർ കുറയുകയാണോ? ഫദക്കർത നീ പറഞ്ഞു അന്നഹും യസീദൂൻ തീർച്ചയായും അവർ ഏറുകയാണ്. വകദാലിക അംറുൽ ഈമാൻ ഈമാന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഹത്താ യതിമ്മ അത് പൂർത്തിയായി വരുന്നത് വരേക്കും ഈമാന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. വസഅൽതുക ഞാൻ നിന്നോട് ചോദിച്ചു അയർതദ്ദു അഹദുൻ സഖ്തതൻ ലിദീനിഹി സിനഫത്തുൻ ജയാവമുൻ ജയ സുഖ്തതൻ ലിദീനിഹി ആരെങ്കിലും അവരെ ദീനിനെ വെറുത്ത് ആരെങ്കിലും മുർത്തദ്ദായി തിരിച്ചു വരുന്നുണ്ടോ? ബഅദ അൻ യദ്ഖുല ഫീഹി അദ്ദേഹത്തെ ദീനിൽ പ്രവേശിച്ചതിൻ്റെ ശേഷം. ഫദക്കർത നീ പറഞ്ഞു അല്ല അങ്ങനത്തെ സംഭവമേ ഇല്ല എന്നാണ് നീ പറഞ്ഞത്. എന്നാ വകദാലിക്കൽ ഈമാനു ഈമാൻ അങ്ങനെ തന്നെയാണ്. ഈന തുഖാലിതു ബശാശതുഹു അൽ ഖുലൂബ ആ ഹൃദയത്തിൻ്റെ ഈന തുഖാലിതു ബശാശതുഹു ഈമാനിൻ്റെ ആ വിശാലത ആ ഭംഗി
അതിൻ്റെ ആയി ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ഹൃദയവുമായി കൂടിക്കലർന്നാൽ, ഈമാനിൻ്റെ ബശാശത്ത്, അതിൻ്റെ ആ പ്രകാശം അത് ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഈമാന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് പിന്നെ ഒരാൾ എന്ത് തന്നെ ചെയ്താലും തിരിച്ചു വരൂല, ദേഷ്യം പിടിച്ച് തിരിച്ചു വരൂല. ചിലപ്പോൾ ചില ചില ജനങ്ങളുടെ മറ്റുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും നിർബന്ധിച്ചതിൻ്റെ പേരിൽ, എന്തെങ്കിലും വാഗ്ദാനങ്ങളുടെ പേരിൽ അതിൽ നിന്ന് പോയേക്കാം. നേരെ മറിച്ച് അതിനോട് വെറുത്തതിൻ്റെ പേരിൽ ഒരു കാരണവശാലും പോരൂല. വസഅൽതുക, ഞാൻ എന്നോട് ചോദിച്ചു, ഹൽ യഗ്ദിറു, അവർ എന്തെങ്കിലും ചതി നടത്തിയിട്ടുണ്ടോ? ഫദക്കർത, നീ പറഞ്ഞു അല്ല, അങ്ങനത്തെ സംഭവമേ ഇല്ല. വകദാലിക റുസുലു, ഇങ്ങനെ തന്നെയാണ് മുർസലീങ്ങൾ, ലാ തഗ്ദിറു, അവർ ചതി നടത്തൂല, ചതി അവരൊക്കെ നിന്നുണ്ടാവൂല.